മുംബൈയിൽ മാതാപിതാക്കളും 2 പെൺമക്കളും ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചെന്ന് സംശയം. അബ്ദുള്ള ദൊക്കാഡിയ, ഭാര്യ നസ്രീൻ, മക്കളായ ഐഷ, സൈനബ എന്നിവരാണ് മരിച്ചത്. ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്നും. ശ്രീനാഥ്, ഈ മരണം ഭക്ഷ്യവിഷബാധയെന്ന് സംശയിക്കാനുള്ള ഒരു കാരണം എന്താണ്? മെനഞ്ഞാന്ന് രാത്രിയാണ് ഈ കുടുംബം ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെസ്റ്റോറന്റിലേക്ക് പോകുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു കുടുംബ സംഗമമായിരുന്നു. ഏതാണ്ട് 9ഓളം പേരാണ് റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നത്. പിന്നീട് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. ഈ കുടുംബം, അതായത് അച്ഛനും അമ്മയും 2 പെൺമക്കളും അടങ്ങുന്ന ഈ കുടുംബം അവരുടെ മുംബൈയിലെ പൈഥോണിയിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. പിന്നീട് രാത്രി ഏതാണ്ട് 1 മണിയോടെ ആയ സമയത്ത് 1-നും 1:30-ക്കും ഇടയിൽ അവർ തണ്ണിമത്തൻ കഴിച്ചു എന്ന വിവരവുമുണ്ട്. പക്ഷെ രാവിലെ ആയപ്പോഴേക്കും എല്ലാവർക്കും ഒരേ ലക്ഷണം, അതായത് ഛർദി, വയറിളക്കം തുടങ്ങിയ വയറുവേദന അടക്കമുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അങ്ങനെ ആദ്യം ഒരു ഫാമിലി ഡോക്ടറെയാണ് അവർ സമീപിക്കുന്നത്. അവരാണ് മറ്റൊരു ആശുപത്രിയിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ മുംബൈയിലെ JJ ആശുപത്രിയിലേക്ക് എത്തുന്നു. അവിടെ ചികിത്സയിലിരിക്കെയാണ് ഓരോരുത്തരായി ആദ്യം മകളാണ് മരിക്കുന്നത്. ഐഷ എന്ന 16-കാരി മരിക്കുന്നു. പിന്നാലെ പിതാവ് മരിക്കുന്നു. അബ്ദുള്ള കൊക്കാടി എന്ന 40-കാരനാണ് മരിക്കുന്നത്. പിന്നീട് ചികിത്സയിലിരിക്കെ ഭാര്യ നസ്രീൻ, 13 വയസ്സുള്ള മകൾ സൈനബ എന്നിവർ കൂടി മരിക്കുന്നു. അതായത് അച്ഛനും അമ്മയും 2 പെൺമക്കളും ഈ രീതിയിൽ ഒരേ രീതിയിൽ തന്നെ മരിച്ചിരിക്കുന്നു എന്നതാണ് ഡോക്ടർമാർ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യവിഷബാധ എന്നതാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഏതായാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാവേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ, ആ റിപ്പോർട്ടിലൂടെ മാത്രമേ മരണകാര്യത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയൂ. പക്ഷേ പ്രാഥമികമായി ഡോക്ടർമാർ പറയുന്നത് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നാണ്. പക്ഷേ എവിടെ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. രാത്രി അവർ ഭക്ഷണം കഴിച്ചതും അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം തണ്ണിമത്തൻ കഴിച്ചതുമാണ് അവർ ഏറ്റവും ഒടുവിൽ കഴിച്ച ഭക്ഷണമായിട്ടുള്ളത്. അതിൽ നിന്നാണോ ഇങ്ങനെ ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.